വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബെന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ ഖത്തർ. അധ്യായം 291. വേണം നമുക്കും ഒരു ലവ് ബാങ്ക് അക്കൗണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് സ്നേഹമാണ്. കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ട അളവിൽ അത് ലഭിക്കാതെ വരുന്നതാണ് മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളുടെ പ്രധാന കാരണമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. സാമ്പത്തികവും വ്യാവസായികവും സാങ്കേതികവുമായ വളർച്ചയും പുരോഗതിയും ആധുനിക മനുഷ്യന്റെ ജീവിത നിലവാരവും സൗകര്യങ്ങളുമെല്ലാം വർദ്ധിപ്പിച്ചെങ്കിലും വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന ആർദ്രതയും ഗുണനിലവാരവും കുറയുകയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഒരേ വീട്ടിൽ കഴിയുന്ന സഹോദരീ സഹോദരന്മാർ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, ഇണകൾ തമ്മിൽ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ആവശ്യത്തിന് സ്നേഹവും പരിഗണനയും ലഭിക്കുന്നില്ലെന്ന പരാതികളാണ് ഇവിടെയും ഉയർന്നു കേൾക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി അമേരിക്കയിലെ പ്രശസ്ത സൈക്കോളജിസ്റ്റും ട്രെയിനറുമായ ഡോക്ടർ വില്യം എഫ് ഹാർലി ജൂനിയർ അവതരിപ്പിച്ച ശ്രദ്ധേയമായൊരു ആശയമാണ് ലവ് ബാങ്ക് അക്കൗണ്ട് എന്നത്. വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകളുമായി തന്നെ സമീപിക്കുന്ന ദമ്പതികൾക്ക് പ്രായോഗിക പരിഹാരം നൽകുവാൻ തന്റെ കരിയറിന്റെ ആദ്യഘട്ടങ്ങളിൽ ഡോക്ടർ ഹാർലിക്ക് കഴിഞ്ഞിരുന്നില്ല. തന്റെ കൗൺസിലിംഗിന് ശേഷവും പലരുടെയും വിവാഹ ജീവിതം താറുമാറാകുന്ന കാഴ്ച അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തി. അങ്ങനെയാണ് ഡോക്ടർ ഹാർലി ദമ്പതിമാർക്ക് നിത്യജീവിതത്തിൽ പ്രയോഗിക്കുവാൻ സാധിക്കുന്ന ലവ് ബാങ്ക് എന്ന പ്രാക്ടിക്കൽ ഐഡിയ രൂപപ്പെടുത്തിയത്. അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിന്നിരുന്ന നിരവധി ദമ്പതികളെ സ്നേഹത്തിന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഡോക്ടർ ഹാർലിയുടെ ഈ ആശയത്തിനായെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ദമ്പതികൾക്കിടയിലെ സ്നേഹം നിലനിർത്തുന്നതിനും വൈവാഹിക ജീവിതം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുമാണ് അദ്ദേഹം ഈ ആശയം അവതരിപ്പിച്ചതെങ്കിലും എല്ലാ മനുഷ്യബന്ധങ്ങളിലും ഇത് പ്രയോഗിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബാങ്കുകളുടെയും കണക്കുകൂട്ടലുകളുടെയും ലോകത്ത് ജീവിക്കുന്ന ആധുനിക മനുഷ്യന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാശയമാണിത്. വാസ്തവത്തിൽ ഈ ബാങ്ക് എന്നത് പങ്കാളിയിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം അളക്കുവാനുള്ള ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. എല്ലാ പങ്കാളികൾക്കിടയിലും ഈ അക്കൗണ്ട് നിലനിൽക്കുന്നുണ്ടെന്ന് ഡോക്ടർ ഹാർലി വ്യക്തമാക്കുന്നു. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് പണം പിൻവലിക്കുവാനും പറ്റൂ എന്ന് പറയുന്നത് പോലെ ലവ് ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്നേഹം നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ സ്നേഹം പിൻവലിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ ഹാർലിയുടെ കാഴ്ചപ്പാട്. ചിലർ സീറോ ബാലൻസ് അക്കൗണ്ട് പോലെയാണ്. ഒന്നും നിക്ഷേപിക്കാറില്ല. സ്വാഭാവികമായും അവർക്കൊന്നും പിൻവലിക്കാനും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്നേഹം കിട്ടണമെന്ന് എത്ര ആഗ്രഹിച്ചാലും അത് നടക്കില്ല. മറ്റു ചിലർ തുടക്കത്തിൽ കുറേയൊക്കെ നിക്ഷേപിക്കുമെങ്കിലും ക്രമേണ നിക്ഷേപം നിർത്തി ഉള്ളത് പിൻവലിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം ബന്ധങ്ങൾ തകർച്ചയിലേക്കാണ് നീങ്ങുകയെന്നാണ് ഡോക്ടർ ഹാർലി നിരീക്ഷിക്കുന്നത്. പങ്കാളിക്കും നിങ്ങൾക്കുമിടയിലുള്ള സ്നേഹത്തെ ഒരു ബാങ്ക് അക്കൗണ്ടിനോട് തുലനം ചെയ്യുന്നതിനോടൊപ്പം എങ്ങനെ ഈ അക്കൗണ്ടിലെ ബാലൻസ് വർദ്ധിപ്പിക്കാമെന്നും സന്തുലിതാവസ്ഥ നിലനിർത്താമെന്നുമാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതെന്ന് ഡോക്ടർ ഹാർലി ഓർമ്മപ്പെടുത്തുന്നു. മിക്ക കേസുകളിലും വിവാഹത്തിന്റെ ആദ്യ ദിനങ്ങളിൽ അധികം ആളുകളും പങ്കാളിയുടെ വൈകാരികമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ ജാഗ്രത കാണിക്കും. പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക, അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക തുടങ്ങി എങ്ങനെ പങ്കാളിയെ സന്തോഷിപ്പിക്കണം എന്നതിലായിരിക്കും പലരുടെയും ശ്രദ്ധ. എന്നാൽ കുറച്ചു കഴിയുന്നതോടെ പലപ്പോഴും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. പങ്കാളിയുടെ വൈകാരിക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പെരുമാറുന്നതിൽ ഇവിടെ പലരും പരാജയമടയുന്നു. മറ്റൊരാൾ നമ്മുടെ ഈ ലവ് ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ നിക്ഷേപം നടത്തുമ്പോഴാണ് നമുക്ക് സ്നേഹം തോന്നുന്നത്. ഈ നിക്ഷേപത്തിന്റെ അളവ് കൂടിയിരിക്കുന്തോറും സ്നേഹത്തിന്റെ അളവും കൂടും. എന്നാൽ പങ്കാളികൾക്കിടയിലെ ലവ് ബാങ്ക് നിക്ഷേപത്തിന്റെ അളവ് ശരാശരിയിലും കുറഞ്ഞിരിക്കുമ്പോൾ പങ്കാളിയോടുള്ള സ്നേഹം ക്രമേണ നഷ്ടപ്പെടുവാൻ തുടങ്ങുന്നു. നമ്മൾ നിക്ഷേപിച്ചതിലധികം പിൻവലിക്കുകയാണെങ്കിൽ ലവ് ബാങ്ക് സാവധാനം ഒരു ഹേറ്റ് ബാങ്കായി മാറുന്നു. ഇത്തരം അവസ്ഥയിലാണ് ഒരു ബെഡിൽ രണ്ടു മനസ്സുമായി കഴിയേണ്ടി വരിക. നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലവ് ബാങ്കിൽ നിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത്. മറിച്ചാണെങ്കിലോ നിങ്ങൾ ലവ് ബാങ്കിൽ നിന്നും പിൻവലിക്കലാണ് നടത്തുന്നത്. പങ്കാളിയുടെ വൈകാരിക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ലവ് ബാങ്ക് അക്കൗണ്ടിൽ സമൃദ്ധിയുണ്ടാകുന്നത്. സ്ത്രീയുടെയും പുരുഷന്റെയും വൈകാരിക ആവശ്യങ്ങൾ വ്യത്യസ്തമാകാം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നിക്ഷേപം നടത്തിയാൽ ജീവിതം കൂടുതൽ ഊഷ്മളമാകും.
പങ്കാളിക്ക് വേണ്ടി സമയം നീക്കിവെച്ചും സത്യസന്ധമായും സുതാര്യമായും ഇടപഴകിയും ലവ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കാമെന്ന് ഡോക്ടർ ഹാർലി ചൂണ്ടിക്കാണിക്കുന്നു. അഭിനയവും പൊള്ളയായ പെരുമാറ്റവും പങ്കാളിക്ക് എളുപ്പത്തിന് മനസ്സിലാകുമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. പങ്കാളിയോട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും ലവ് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാനുള്ള ഉപാധിയായി ഡോക്ടർ ഹാർലി നിർദ്ദേശിക്കുന്നുണ്ട്. ലവ് ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് സൂചിപ്പിക്കുവാൻ 2 നിറങ്ങളാണുള്ളത്. കറുപ്പ് നിറം സംതൃപ്തമായ ലവ് ബാങ്ക് അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് നിറം അസംതൃപ്തമായ ദാമ്പത്യ ബന്ധത്തെയും. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പലരുടെയും ലവ് ബാങ്ക് അക്കൗണ്ട് കറുപ്പ് നിറത്തിലായിരിക്കും. ഇതിന് കാരണം തങ്ങളുടെ ഏറ്റവും നല്ല പെരുമാറ്റം പുറത്തെടുക്കുവാൻ ഇരു പങ്കാളികളും അപ്പോൾ ശ്രമിക്കുമെന്നതാണ്. 2 പേർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് 2 പേരുടെയും ലവ് ബാങ്ക് അക്കൗണ്ടിലെ സ്കോർ ഉയരുന്നത്. ലവ് ബാങ്ക് അക്കൗണ്ടിൽ ചെറിയ പിൻവലിക്കലുകളും വലിയ പിൻവലിക്കലുകളുമുണ്ട്. ചെറിയ പിൻവലിക്കലുകൾ കുറേ സമയം കൊണ്ടാണ് ലവ് ബാങ്ക് അക്കൗണ്ടിനെ ചുവപ്പിലെത്തിക്കുന്നതെങ്കിൽ ദാമ്പത്യത്തിലെ വിശ്വസ്തതയില്ലായ്മ പോലുള്ള വലിയ പിൻവലിക്കലുകൾ പെട്ടെന്ന് തന്നെ ലവ് ബാങ്ക് അക്കൗണ്ടിനെ ചുവപ്പിലെത്തിക്കും. നിങ്ങളുടെ ഈ ബാങ്ക് അക്കൗണ്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ട കാര്യം പങ്കാളിയെ വെറുപ്പിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ശരിയായ ആശയവിനിമയവും സത്യസന്ധമായ ഇടപാടുകളും തന്നെയാണ് പ്രധാനം. ലവ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമുള്ള പിൻവലിക്കലുകൾ പരിമിതപ്പെടുത്തുകയും പങ്കാളിയുടെ അക്കൗണ്ടിൽ പരമാവധി നിക്ഷേപം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കും പങ്കാളിക്കുമിടയിലുള്ള ഈ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് വർദ്ധിക്കുകയും ദാമ്പത്യ ജീവിതം കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ജീവിതമെന്നത് അനർഘമായ കുറേ നിമിഷങ്ങളാണ്. അതിൻ്റെ ഗരിമയും പവിത്രതയും നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാനായെന്ന് വരില്ല. അതിനാൽ ബന്ധപ്പെട്ടവരുമായി ഗുണനിലവാരമുള്ള സമയം ചെലവഴിച്ചും സത്യസന്ധവും സുതാര്യവുമായി ഇടപെട്ടും ഓരോ നിമിഷവും കൂടുതൽ ഊഷ്മളമാക്കുമ്പോഴാണ് സമാധാനമുള്ള ജീവിതം സാധ്യമാവുക. ശാന്തിയും സമാധാനവുമുള്ള കുടുംബജീവിതമാണ് ഏറ്റവും വലിയ വിജയമന്ത്രമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745526275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.